Welcome to the city of Kochi. Indian Super League 2024-25 സീസണിലെ മാച്ച് നമ്പർ 77 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുഹമ്മദൻസ് കൊൽക്കത്ത. 4-2-3-1 ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയിങ് അഗെയിൻസ്റ്റ് മുഹമ്മദൻസ്. ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ്, സന്ദീപ് ഹോർമി, മില്ലോസ്, നവോച്ച. ഡിഫൻസിൽ ഫ്രെഡി ആൻഡ് ഡാനിഷ് ഫാറൂഖ്. 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, കോറോ, ലൂണ, നോവ. അറ്റാക്കിംഗ് മിഡ് ആൻഡ് ക്വാമെ പെപ്ര സ്ട്രൈക്കർ. 4-3-3 ഫോർമേഷനിലാണ് മുഹമ്മദൻസ് ഇന്ന് ഇവേ മാച്ച് കളിക്കുന്നത്. ഗോൾ പോസ്റ്റിൽ ഭാസ്കർ റോയ്, ക്യാപ്റ്റൻ അഡിംഗ, ഫ്ലോറൻഡോ ഗിയെ, ജോ സോയർലിയാന, സുയിഡിക്ക. ഡിഫൻസിൽ അമർജിത്തും അലക്സിസ് ഗോമസും മിർജലോൽ കാസിമോവും. മിഡ്ഫീൽഡിൽ പിക്കാട്ട് സിംഗ്, ഫ്രാങ്ക ആൻഡ് ലാൽറം സംഗ. അറ്റാക്കിംഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 11ാം സ്ഥാനത്ത് വിത്ത് 11 പോയിന്റ്സ്. മുഹമ്മദൻസ് പോയിന്റ് പട്ടികയിൽ ഏറ്റവും ഒടുവിൽ 13ാം സ്ഥാനത്ത് വിത്ത് 5 പോയിന്റ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ ടച്ചോടുകൂടി മത്സരത്തിന് തുടക്കമായിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് വിൻ ഗെയിം. ഇത് ഒരു യെല്ലോ കാർഡ് തന്നെയാണ്. കാസിമോവ് നേരത്തെ കിട്ടേണ്ട കാർഡ് ഇപ്പോൾ കിട്ടിയെന്ന് മാത്രം. ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നു ലൂണയിലൂടെ. ലൂണ ഫോർവേഡ് ബോൾ ടു പെപ്ര, ബാക്കി ടു ലൂണ അഗൈൻ. ലൂണയുടെ ക്രോസ്, നോവ വെയിറ്റിംഗ്, നോവയുടെ ഹെഡർ. ഈ മത്സരത്തിലെ ഏറ്റവും നല്ല നിമിഷം. പക്ഷേ അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ചിരിക്കാൻ വകയില്ല. അത് ഇതിന് മുൻപ് തന്നെ ആ പാസ് പോവേണ്ടിയിരുന്നു. ഇവിടെ ഫ്രാങ്കയിലൂടെ കൗണ്ടർ അറ്റാക്കിനുള്ള മുഹമ്മദൻസിന്റെ ശ്രമം, പക്ഷെ ഫ്രെഡി വിഫലമാക്കുന്നു. സന്ദീപ് ക്ലിയർ ചെയ്യുന്നു. ഇടവേള വിസിൽ മുഴങ്ങുന്നു. മുഹമ്മദൻസിനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിലെ ഹോം മത്സരം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ആരും ഗോളടിക്കാതെ ഗോൾ രഹിത സമനിലയിൽ നിൽക്കുകയാണ്. സ്വാഗതം ഫുട്ബോൾ മലയാളത്തിന് വീണ്ടും കൊച്ചി സ്റ്റേഡിയത്തിലേക്ക്. ISLലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുഹമ്മദൻസ് സ്പോർട്ടിംഗ് മത്സരം 2ാം പകുതിയിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യ പകുതി ഗോൾ രഹിതമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 0, മുഹമ്മദൻസ് സ്പോർട്ടിംഗ് 0. 2ാം പകുതിയിലേക്കും ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഫോളോ ചെയ്യുന്ന ഇത്തവണ 6 യാർഡ് ബോക്സിനകത്ത് 3 പേരിൽ നോവ. വീണ്ടും ലെഫ്റ്റ് ഇൻസൈഡിലേക്ക് വരാൻ ശ്രമം. നോവ ഒടുവിൽ കൺട്രോൾ നഷ്ടപ്പെട്ട പന്ത് കോറോ വീണ്ടെടുക്കുന്നത്. ലൂണ ലൂണയുടെ കോർണർ. തുടർച്ചയായ 2ാം മത്സരത്തിലും മിലോസിന്റെ ഗോൾ വന്നു എന്ന് തോന്നിപ്പിച്ചു. ലൂണയുടെ കോർണർ. നിങ്ങൾ ഗോൾ അടിച്ചില്ലെങ്കിൽ ഞങ്ങളൊരു ഗോൾ തരും. അഡ്രിയാൻ ലൂണയുടെ ഒളിമ്പിക് ഗോൾ എന്ന് പറയാം ഈ സീസണിൽ. ഇത് ഗോൾ കീപ്പറുടെ ഓൺ ഗോൾ അല്ല, അതിന്റെ ഒഫീഷ്യൽ ഡിസിഷൻ വരട്ടെ. ഗോൾ കീപ്പറുടെ ഭാസ്കർ റോയിയുടെ ഓൺ ഗോൾ അല്ലെങ്കിൽ അത് അഡ്രിയാനിലൂടെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് നേടുന്ന ആദ്യ ഗോളാണ്. പക്ഷേ അവിടെ നമ്മുടെ ദീപേന്ദ്ര വിശ്വാസം കോച്ചും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷേ ഗോൾ കീപ്പറുടെ ഓൺ ഗോൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ലൂണയുടെ പേരിലുള്ള ഗോളായിട്ട് തന്നെ കുറിക്കപ്പെടും. ക്രോസ് ആൻഡ് അതിനു മുന്നേ തന്നെ മുഴങ്ങുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആഘോഷിക്കാൻ വരട്ടെ ഗാലറി. നോ ഗോൾ, സ്റ്റിൽ ഇറ്റ്സ് 1-0. വീണ്ടും ആ പന്ത് ലൂണയിലേക്ക് വരികയാണ്. പെപ്രയുടെ പാസ്. സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ്. കോറോയുടെ ക്രോസ്. ഈ മത്സരത്തിൽ എടുത്ത എല്ലാ ഹാർഡ് വർക്കും എല്ലാ കഠിനാധ്വാനവും കൂടി ഒരു ഫലം കാണുകയാണ്. സുന്ദരമായ ജമ്പിംഗ് ഹെഡർ ഗോൾ കീപ്പർ ഭാസ്കറിനെ കീഴ്പ്പെടുത്തി വലയിലെത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2 മുഹമ്മദൻസ് 0. നല്ലൊരു ഡേഞ്ചറസ് ഓഫ് സൈഡ്
Great goal. സുന്ദരമായൊരു മുന്നേറ്റം. അത് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മാവിയയ്ക്കാണ്. പയ്യൻ ആദ്യ ഡെബ്യൂ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന മാവിയ സ്വന്തം ഹാഫിൽ 2 മോഹമ്മദൻ താരങ്ങളെ വെട്ടിച്ചു കടന്നാണ് ആ പാസ് ലൂണയ്ക്ക് കൈമാറുന്നത്. ലൂണ ശ്രദ്ധാപൂർവ്വം പന്ത് പിടിച്ച് ബോക്സിന്റെ വലതു ഭാഗത്തേക്ക് ഫ്രീ ആയിട്ട് ഓടി വന്ന അലക്സാന്ദ്രെ കോയഫിന് കൈമാറുന്നു. സോ അലക്സാന്ദ്രെ കോയഫും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടുകയാണ്. സോ ഹോം മാച്ചിന്റെ ഇഞ്ചുറി ടൈമിൽ വിത്ത് അലക്സാന്ദ്രെ കോയഫ് ഗോൾ. ഇറ്റ് ഈസ് കേരള ബ്ലാസ്റ്റേഴ്സ് 3 മോഹമ്മദൻസ് 0. ലീഗ് ഡബിൾ പൂർത്തിയാക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. Now again അലക്സിസ് ഇൻസൈഡിലേക്ക് കടക്കാനുള്ള ശ്രമം വൺസ് അഗൈൻ. Alexandre Koyev, and that's it. Referee Senthil Nadanന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. ഹോം ഗ്രൗണ്ടിൽ കൊൽക്കത്ത മോഹമ്മദൻ സ്പോർട്ടിങ്ങിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് FC വീണ്ടും ISL-ൽ വിജയവടിയിലേക്ക് തിരിച്ചു വരും. തുടർച്ചയായ 3 പരാജയങ്ങൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലീൻ ഷീറ്റ് വിജയം. അഗൈൻ സീസണിൽ ഇത് 2ാമത്തെ ക്ലീൻ ഷീറ്റ് വിജയമാണ്. ഗോൾ കീപ്പർ സമനിലയിൽ നിന്ന മത്സരം 2ാം പകുതിയുടെ 66ാം മിനിറ്റ് വരെ സമനിലയിൽ നിന്ന മത്സരത്തിൽ ഗോൾ കീപ്പർ ഭാസ്കർ റോയിയുടെ ഒരു മിസ്സാണ് വാസ്തവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മേൽക്കൈ സമ്മാനിച്ചത്. ഗോൾ കീപ്പർ ഭാസ്കർ റോയിയുടെ ഓൺ ഗോൾ, പിന്നാലെ നോവ സദുയുടെ ഹെഡർ ഗോൾ. ISL ചരിത്രത്തിൽ ഇത്